ഹലോ ഗായ്സ്, നമ്മൾ മണിമലയിലെ വണ്ടർലായിലേക്ക് പോവാണ്. നമ്മുടെ മണിമലയിലെ വണ്ടർല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് കാണിക്കാവേ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ മണിമലയിലെത്തി. ഇപ്പം മണിമല പാലത്തെ കൂടെ കയറി നമ്മുടെ മണിമലയിലെ വണ്ടർലായിലേക്ക് പോയി. മക്കൾക്ക് 2 പേർക്ക് ഒതുക്കി വണ്ടർലായിൽ പോകണമെന്ന് പറഞ്ഞു. ഭയങ്കര വഴക്ക്. അപ്പം ഞാൻ പറഞ്ഞത് മണിമലയിലെ ഒരു വണ്ടർല ഉണ്ട്, അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ മണിമലയിലെ വണ്ടർലായിലേക്ക് പോവാണ്. നമ്മുടെ മണിമല പാലം എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷം. നമ്മൾ സ്കൂളിൽ പോകാനൊക്കെ ഈ പാലത്തെ വഴിയായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത്. എത്ര കിലോമീറ്റർ നടന്നായിരുന്നു സ്കൂളിൽ എത്തുന്നത്? ആഴ്ചയിൽ ഒന്ന് മാത്രം സ്കൂളിൽ ബുധനാഴ്ച അല്ലേ നമുക്ക് കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാമായിരുന്നു. ആ ബുധനാഴ്ച കളർഫുൾ ആക്കാനായിട്ട് ആരോടുമല്ലോ ഒക്കെ ആയിരുന്നു ഒരു ചുരിദാറൊക്കെ ഒപ്പിച്ചിട്ടുകൊണ്ട് ഈ പാലത്തെ വഴി ഗമയ്ക്കൊരു പോക്കൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട് ഈ ബുധനാഴ്ചത്തെ കളറടിയിൽ അങ്ങ് നിർത്തിയിരുന്നേലെന്ന്. എന്നെ ഇട്ടത് തന്നെ ഇട്ടിട്ട് മടുത്തേ. ഗായ്സ് അങ്ങനെ നമ്മൾ എത്തി. ഗായ്സ് അങ്ങനെ അവിടെ വരുമ്പോഴുണ്ട് ആ പരിചയക്കാരൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരെയൊക്കെ കണ്ടത്. അപ്പോൾ ഒത്തിരി മാറ്റമൊക്കെ അവർക്കൊക്കെ. അതപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും. ഇവിടെ ഒക്കെ കാണാൻ എന്താ രസമെന്ന് നോക്കി. അങ്ങനെ നമുക്ക് കുറച്ച് നേരം കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് നടന്നാലോ? ആ കൂടെ നമ്മുടെ വണ്ടർലായും കാണണ്ടേ. നമ്മുടെ വണ്ടർലായല്ല, ഞാൻ പിള്ളേരെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുന്ന വണ്ടർല. ഇവിടെ മഴ പെയ്ത് വെള്ളപ്പൊക്കം ആകുമ്പോൾ ഇങ്ങനെ കെട്ടിൻ്റെ ഇവിടെ വരെ വെള്ളം കയറി വരും. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഞങ്ങളെ കണ്ടതിൻ്റെ ഞെട്ടലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മളിങ്ങോട്ട് വരുന്ന കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്നുള്ള ഒരു വരവായിരുന്നു. അപ്പോൾ പിള്ളേർക്കാണേലും അവിടെ വന്നതേ ഒന്ന് വേഗം പോയി തോട്ടിച്ചാടാനായിട്ടുള്ള ആ ഭയങ്കര ഒരു ആവേശം. സത്യം പറയുകയാണെങ്കിൽ ഇവർ ഈ തോട്ടിലൊക്കെ കളിച്ച് വളരേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ രതീഷേൻ്റെ ഒക്കെ കുടുംബം വരുന്നത് ആ കാണുന്ന ആ തോട്ടമേ. എനിക്കെന്തോ ഭയങ്കര ഒരു ഓർമ്മ ഇവിടെ വരുമ്പോഴത്തേന്. അത് വിറ്റിട്ടാണ് വേറെ സ്ഥലം വാങ്ങി അങ്ങോട്ട് പോയത്. അപ്പോൾ നേരത്തെ ഇവിടെ വരുമ്പോഴൊക്കെ, അതായത് ഞങ്ങൾ ഞായറാഴ്ചകളിലുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നൊരു വീടും കൂടിയാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം, അമ്മ വിട്ടാൽ മാത്രം കൃത്യമായി വന്നുകൊണ്ടിരുന്ന വീട് എന്നും കൂടി. ശരിക്കും ഞാൻ ഓർക്കുമായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ തോട്ടി വന്ന് അലക്കി കുളിക്കുകയും വീട് അത്രയും അടുത്തായിരുന്നല്ലോ തോടിന്. എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കല്യാണത്തിന് മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് തന്നെ ഈ സ്ഥലം വിറ്റ് ഇവർ വേറെ സ്ഥലത്തേക്ക് മാറിയിരുന്നു. ഇതൊക്കെ എല്ലാവരും നമ്മുടെ കുട്ടിക്കാലം. ഇതൊക്കെ കാണുമ്പോൾ വെറുതെ വിടാൻ പറ്റുമോ? ഈ അക്കരെ കാണുന്ന ആ വഴിയെ ഇങ്ങനെ ഈ പാറ ഒരു ഊഹം വെച്ച് നടന്നായിരുന്നു പ്രാർത്ഥനയ്ക്ക് ഇവിടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പാറയൊന്നും കാണത്തില്ല, അതുപോലെ വെള്ളമാണ്. അല്ലാതെ വളഞ്ഞ് ഒത്തിരി വരണം. ഇപ്പോഴാണ് നമ്മൾ വന്ന വഴി, അതൊക്കെ പിന്നെ വന്നതാണ്. ഇതിലേ നടന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഓർമ്മയ്ക്കൊക്കെ ആയിട്ട് ഞാൻ അതൊക്കെ ഇറങ്ങി ഇങ്ങനെ അതേ വഴിയൊക്കെ നടക്കും. അപ്പം ഞാനിങ്ങനെ പിള്ളേരോട് അക്കാര്യമൊക്കെ പറയുമായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഗൈസ്, ഇവളെന്താ വണ്ടർലായിൽ പോവാൻ മണിമല വണ്ടർലായിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഈ പഴംപുരാണങ്ങളൊക്കെ പറയുന്നതെന്നല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടർലായിലേക്ക് ഇതാ നമ്മുടെ വണ്ടർല കേട്ടോ, പറയാൻ മറന്നുപോയി. ഇവിടെ കുട്ടികൾ ഇതാണോ വണ്ടർല എന്ന് ചോദിച്ചെങ്കിൽ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ ആണെന്നുള്ള ഇവരോടും പറഞ്ഞില്ലായിരുന്നു ഇവിടോട്ടാന്നേ. മീൻ പിടിക്കാൻ മാത്രം പോവാന്ന് അവരോട് പറഞ്ഞു. നമ്മൾ വന്നപ്പോൾ ആദ്യം കണ്ടെടുത്തുനിന്ന് പറിച്ച ചെമ്പരത്തിപ്പൂവാണേ. അവരൊക്കെ ഓർത്താണ് ഇവളെന്താ വല്ല ചെവിയെ വെക്കാനും കൊണ്ടുപോകുമായിരിക്കുമോ, എന്തേലും ആട്ടെന്നൊക്കെ വിചാരിച്ച്. നമ്മുടെ പഴയ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഈ ചെമ്പരത്തിപ്പൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഇങ്ങനെ വീർപ്പിച്ചിട്ട് നെറ്റി അപ്പൂൻ്റെ തലക്കിട്ടുണ്ട് കല്ല് വെച്ചിടിച്ച പോലെ ഞാൻ ഒരു ഇടി കൊടുത്തതേ. ഇവരെ ആറ്റി മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് ചൂണ്ട കൊളുത്താനുള്ള കുഞ്ഞു മീനുകളെ പിടിക്കുവാണേ. നല്ല ശക്തമായ മഴ വരുമ്പോൾ തോട്ടി നല്ല വെള്ളമാകുമ്പോൾ ഊത്ത കയറുമല്ലോ. അപ്പം അതിനെ പിടിക്കാനായിട്ടുള്ള മീൻകൂടും പിന്നെ ചാല് തിരിച്ചേക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാവേ.
ഇതാണ് മീൻകൂടും ചാലും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. അടുത്തതായി നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതാ നോക്കൂ, അവിടെ നല്ലൊരു കുഴിയുണ്ട്, അതിൻ്റെ അകത്തിട്ട് ഞാൻ ബാഗ് കഴുകിയെടുക്കുക. നമ്മൾ കൊണ്ടുവന്ന കറിയുടെ ചാറ് ഇച്ചിരി കമ്മന്നിട്ടുണ്ട്. അതെങ്ങനെ 7:30 ആയപ്പോഴേ കപ്പയെല്ലാം കുടഞ്ഞിട്ട് കറിയും എടുത്തുകൊണ്ട് ഓടിയ ഓട്ടമാണ്. അങ്ങനെ വട്ടയിലൊക്കെ പറിച്ച് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കപ്പ കഴിക്കാവേ. കപ്പ കോഴിയാണ് മേടിച്ചുകൊണ്ട് വന്നത്. മീൻ മേടിക്കാനായിട്ട് പോയപ്പോൾ ഉണ്ട് ഇന്നലെ മീനിന് നല്ല വില. കോഴിക്ക് നോക്കുമ്പോൾ ഉണ്ട് 100 രൂപ താഴെയുള്ളൂ ഗൈസ്. അപ്പോൾ കോഴിയാണ് മേടിച്ചത്. ഇവരൊക്കെ നേരത്തെ മീൻ പിടിച്ച് ഇവിടെ തന്നെ ഇരുന്ന് മീൻ വറുത്ത് ഇവിടെ ഇരുന്ന് കഴിച്ച് അങ്ങനെ ഈ പാറ കിടന്നൊക്കെ ഉറങ്ങിയിട്ടുള്ളത്. അതൊക്കെ കേൾക്കും എവിടെയോ ഒരു നൊമ്പരം. രണ്ടിനെയും വിളിച്ച് മടുത്തു അങ്ങനെ എത്തി കഴിക്കാനായിട്ട്. കുറേ നേരമായാലും ഇവളെന്ത് ഈ പാത്രവും മടിവ് വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അത് കുറേ നേരമായി തുറക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഒരു വിധത്തിൽ എന്നിട്ട് തുറന്നൊപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന് കപ്പ പുഴുങ്ങിയത് കഴിക്കട്ടെ. കപ്പയ്ക്ക് ഇപ്പോഴും ഒരുമാതിരി ചൂടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കപ്പ കഴിച്ചിട്ട് ബാക്കി കലാപരിപാടികളൊക്കെ നടത്താവേ. എന്ത് രസമാണെന്നറിയാം ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാൻ. എനിക്കെന്തോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പഴയ ആ വീട് പൊളിച്ച് കളഞ്ഞില്ല ഇവിടെ ഉണ്ടായിരുന്നേലോ, അല്ലെങ്കിൽ ഈ സ്ഥലം വിറ്റില്ലായിരുന്നേലോ. എൻ്റെ ദൈവമേ, ഇവിടെ ഫുൾ ടൈം ഇതുപോലെ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് എല്ലാം ഉണ്ടാക്കി ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ച് കയറിപ്പോയി. ഇവരൊക്കെ പറയുന്നത് കേൾക്കാവേ, രാത്രിയിലൊക്കെ ഇവിടെ വെള്ളം അങ്ങനെ അധികം ഇല്ലാത്ത സമയത്തൊക്കെ രാത്രി ആവിയൊക്കെ എടുക്കുമ്പോൾ ഇവരിങ്ങനെ ഈ പാറയിലൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്ന കാര്യമൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്നാ കൊതിയാന്ന്. നല്ല തെറ്റലുണ്ടേ. അങ്ങനെ അവർ വണ്ടർലയിൽ നീന്തി കളിക്കുകയാണ്. എൻ്റെ ഗൈസ് നിറങ്ങി ലാസ്റ്റ് മഴത്തുള്ളി കിഴക്കത്തെ സലിംകുമാർ നടന്ന അവസ്ഥയിലെത്തിയേനെ.
അപ്പയുടെ മൂത്ത മോള് പ്രിയ ചേച്ചിയും കുടുംബവും. ചേച്ചി കുറച്ച് മുമ്പ് അങ്ങോട്ട് വന്നേ. ചേച്ചിയുടെ മൂത്ത മോള് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്ന ചേച്ചിക്ക് താഴെ 2 അവളുമാരോടും ഉണ്ടേ, പ്രീതിയും പ്രിയനും. അവരില്ലായിരുന്നു അവിടെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന്. ഞങ്ങൾ ഇങ്ങോട്ട് കുറേ വർഷങ്ങൾ കൂടിയാണ് വരുന്നത്, ഒരുപാട് വർഷങ്ങൾ കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. പ്രീതിയുടെ കല്യാണത്തിന് ലാസ്റ്റ് വന്നിട്ട് പോയതാ. അപ്പം ഈ തോടും ഈ സ്ഥലവും ഒക്കെ വന്ന് കാണാനായിട്ട് വരാൻ പോകാം അവധിക്കെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പ്രതീക്ഷിക്കാതെ ഒരു വരവായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇവരെ അങ്ങനെ ഇവിടെ വെച്ച് കാണാൻ പറ്റി. വേറൊരു ചേട്ടൻ മീനെ പിടിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു മറ്റേ കാട്ടുമരത്തിൻ്റെ കാവില്ല, ഭയങ്കര നാറ്റമുള്ളൊരു. നോക്കിക്കേ ഗൈസ്, ഇടയ്ക്കുള്ള ഈ കുഴികൾ, ഇത് വെള്ളമുള്ള സമയത്തെങ്ങാണ് നമ്മൾ അതിൻ്റെ അകത്ത് പോയി അറിയാണ്ട് ചാടുവാണെങ്കിൽ നമ്മൾ ഓർക്ക് നമ്മൾ വല്ല കുഴിയിലോട്ടും താന്നു പോവാന്നല്ലേ. ഞാൻ കല്ലുംപുറത്തിരുന്ന് ദീപ ശക്തമായ വോയിസ് മെസ്സേജുകളൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ കേൾക്കുക. വെള്ളത്തിൻ്റെ സൗണ്ട് ഊമാരുടെ ഒച്ചയും കാരണം ഒരു വക കേൾക്കത്തില്ല. ലാസ്റ്റ് എൻ്റെ 2 മീൻ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കെട്ടിക്കൊണ്ട് പോകാൻ പെട്ട പാട് എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയാം. ചെറുത് വരത്തേ ഇല്ലായിരുന്നു. ഇനിയും നമുക്ക് വരണമെന്ന് പറഞ്ഞു എൻ്റെ തല തിന്നുന്നുണ്ടായിരുന്നു. നല്ല തെറ്റലുണ്ട്, ഞാൻ വീണാലും എൻ്റെ ഫോൺ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഫോണുമായിട്ട് അറിയാണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അവളുടെ മെസ്സേജും കേട്ട് നടന്നിട്ട് അറിയാണ്ട് അങ്ങ് ഇറങ്ങുകയും ചെയ്തു. ഫോൺ വെച്ചുമില്ല. തോട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അപ്പയുടെ വീടൊക്കെ നോക്കി അതുപോലായിരുന്നു ഇപ്പറേ നമ്മുടെ വീടും ഉണ്ടായിരുന്നത്. നല്ല ചാണകമൊക്കെ മെഴുകി കുഞ്ഞു വരാന്തയൊക്കെയുള്ള നല്ല അടിപൊളി ഒരു വീട്. അതിൻ്റെ മുറ്റത്ത് തന്നെ ഒരു വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നേ. എന്ത് രസമാണെന്നറിയാം. ഇറങ്ങി അവിടെ ഇങ്ങനെ തോട്ടിലോട്ട് നോക്കിയിരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴൊക്കെ നല്ല രസമല്ലേ. അങ്ങനെയൊക്കെ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എല്ലാം പോയി ഗൈസ്. പായ നെയ്യുന്ന കൈത. അങ്ങനെ എല്ലാം കഴിഞ്ഞത് ആ ചൂണ്ടയിടിയിലായിരുന്നു. ചൂണ്ടയിട്ട് കഴിഞ്ഞെല്ലാം വാരിക്കെട്ടി പോവാണ് ഗൈസ്. അപ്പം നമ്മൾ തോട്ടിൽ നിന്ന് കയറിയിട്ട് അപ്പഴെടുക്കലും കയറിയിട്ട് തിരിച്ച് പോവുകയാണ് ഗൈസ്.
നമ്മുടെ ഈ വഴി ഇങ്ങനെ ഇറങ്ങി 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 അങ്ങ് പോവാണ്. ദാ ഗൈസ് നോക്കൂ, താഴെക്കുഴിയിലേക്ക് പോകുന്ന പോലെ ഇല്ലേ, ഇങ്ങനെ കുന്നിറങ്ങി ഇറങ്ങി 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 നമ്മൾ ഇപ്പോൾ എത്തുവേ. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്, മെയിൻ റോഡിൽ ചാടി. അപ്പോൾ നമ്മുടെ ശാന്തസുന്ദരമായ നമ്മുടെ മണിമലയാറ് ഒഴുകുന്നത് കണ്ടോ. അപ്പൊ ശരി ഗായ്സ്, ബൈ. ഓരടിപ്പിച്ച് കൊന്നിന്നല്ലേ, എന്നാലും ഈ വെറുപ്പിക്കലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.